ഇന്നത്തെ രാമകഥയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സീതാദേവിയുടെ കഥയാണ്. രാമായണം എന്നുള്ളത് രാമൻ്റെ മാത്രം യാത്രയല്ല, അത് സീതയുടേത് കൂടിയാണ്. അതുകൊണ്ട് ആരാണ് സീത എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സീത മഹാലക്ഷ്മിയാണ് എന്ന് കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ സംസാരിച്ചിരുന്നു. സീതാദേവിയുടെ ഒരു ചരിത്രം അഗസ്ത്യ മഹർഷി ശ്രീരാമന് പറയുന്നതായിട്ട് വാൽമീകി രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് വേദവതിയുടെ കഥയാണ്. ആരായിരുന്നു വേദവതി? വേദവതി കുശധ്വജൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ബ്രാഹ്മണന്റെ പുത്രിയായിരുന്നു, ബ്രാഹ്മണ കന്യകയായിരുന്നു, അതീവ സുന്ദരിയായിരുന്നു. ആ കുട്ടി ചെറുപ്പം മുതലേ മഹാവിഷ്ണുവിനെ ഭർത്താവായി സ്വീകരിക്കണം എന്ന താല്പര്യമുള്ള പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കഠിനമായിട്ടുള്ള തപസ് അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം വേദവതി നടത്തിക്കൊണ്ടിരുന്നു. വേദവതി തപസ് ചെയ്യുന്ന സമയത്താണ് ഒരിക്കൽ രാവണൻ ആകാശമാർഗെ സഞ്ചരിക്കുന്നതും വേദവതിയെ കാണുന്നതും. ദേവിയുടെ സൗന്ദര്യത്തിൽ ആകർഷണമായിട്ടുള്ള രാവണൻ താഴേക്ക് ഇറങ്ങി വരികയും പ്രണയാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. എന്നാൽ മഹാവിഷ്ണുവിനെ അല്ലാതെ താൻ ആരെയും വിവാഹം കഴിക്കില്ല എന്ന് വേദവതി രാവണനെ അറിയിച്ചു. ഈ സമയത്ത് രാവണൻ മഹാവിഷ്ണുവിനെ ചെറുതാക്കി സംസാരിച്ചു. ഞാൻ വലിയ രാജാവാണ്, വരം കിട്ടിയിട്ടുള്ള ആളാണ്, എൻ്റെ മുമ്പിൽ മഹാവിഷ്ണു നിസാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ ദേവിയുടെ മുടിയിൽ കയറി പിടിച്ചു എന്നാണ് കഥയിൽ പറയുന്നത്. അത്യധികം കോപാകുലയായിട്ടുള്ള ദേവി തൻ്റെ വലത് കൈ ഒരു വാളാക്കി മാറ്റി രാവണൻ സ്പർശിച്ച അത്രയും കേശം മുറിച്ചു മാറ്റിയത്രേ. തന്നെ ഒരു അന്യപുരുഷൻ സ്പർശിച്ചത് കാരണം ദേവി അഗ്നിയിൽ ആത്മാഹൂതി ചെയ്തു എന്നുമാണ് സങ്കല്പം. ആ ദേവിയുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന കർമ്മത്തിന്റെ പ്രധാനമായിട്ടുള്ള സവിശേഷത കൊണ്ട് ദേവി ഒരു ബാലികയായിട്ട് വീണ്ടും ജനിച്ചു എന്നാണ്. ഒരിക്കൽ രാവണൻ തന്നെ ഈ ബാലികയെ കാണുകയും അതീവ ചൈതന്യമുള്ള ആ ബാലികയെ ലങ്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ലങ്കയിലെത്തിയപ്പോൾ അവിടുത്തെ മന്ത്രിയാണ് രാവണനെ ഉപദേശിക്കുന്നത്, ഈ കുട്ടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാവും, ഈ ലോകം മുഴുവൻ ഈ കുട്ടിയെ കൊണ്ട് ബുദ്ധിമുട്ട് തനിക്കുണ്ടാവും, തൻ്റെ മരണത്തിന് കാരണമാവും തുടങ്ങിയിട്ടുള്ള ഉപദേശങ്ങൾ കൊടുത്തു. ആ സമയത്ത് ഈ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി ഒരു പ്രധാനപ്പെട്ട കൃഷിസ്ഥലത്ത് കൊണ്ടുപോയി രാവണൻ നിക്ഷേപിക്കാനുള്ള ആജ്ഞ കൊടുത്തു എന്നാണ്. ആ പെട്ടിയാണ് പിന്നീട് നിലമുഴുന്ന സമയത്ത് സീതധ്വജൻ എന്ന് വിളിക്കപ്പെടുന്ന ജനകൻ ലഭിക്കുന്നതും അതിനകത്ത് വേദവതിയുടെ പുനർജന്മമായിട്ടുള്ള സീതാമാതാവ് ജനിക്കുകയും ചെയ്യുന്നത്. സീത മഹാവിഷ്ണുവിനെ തന്നെ വിവാഹം കഴിച്ചു. ശ്രീരാമൻ മഹാവിഷ്ണു ആയിരുന്നു. പോരാത്തതിന് തൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള രാവണന്റെ വധത്തിനും സീത കാരണമായി എന്നുള്ളതാണ്. ഈ ഒരു കഥ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. ആ വാൽമീകി രാമായണത്തിൽ പറഞ്ഞിട്ടുള്ള വേദവതിയായിട്ടുള്ള സീതയെ നമുക്ക് നമസ്കരിച്ച് മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.